തൊട്ടടുത്തേനെ മണ്ണ് ലെവൽ ചെയ്യുന്ന വർക്ക് JCB. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് ഭാഗത്താണ്. നമുക്കറിയാം, അമൃത് ഭാരത് വിഷയന്റെ ഭാഗമായി എല്ലാവിധ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളും നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്ന വർക്കിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ പുതിയൊരു അപ്ഡേഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെയുള്ള കാഴ്ചകൾ, വിശദമായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ കുറേ ബൈക്കുകൾ, വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടതൊക്കെ കാണാം. ഇതാണ് ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഇവിടെയൊക്കെ ഇനി പൊളിച്ച് വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ഇതാണ് ബിൽഡിങ്ങിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 450 കോടി രൂപയുടെ പദ്ധതികളാണ് ഇവിടെ വരാൻ പോകുന്നത്. അതിൻ്റെ തുടക്കമാണ് ഈ കാണുന്നത്. രണ്ട് വശത്തൊക്കെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും കറങ്ങിയൊക്കെ ഓടുന്നതൊക്കെ കാണാം. ഇതിനൊക്കെ മാറ്റം വരാൻ പോവുകയാണ്. വളരെ കൃത്യമായ രീതിയിൽ വാഹനങ്ങൾ വന്ന് പോവാനും ഇറങ്ങാനും ആളുകൾക്ക് കറക്റ്റായിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിനിൽ കയറി പോകാനൊക്കെ വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കാൻ പോവുകയാണ്. ഇതാണ് മുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ മുകളിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ വർക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പഴയ കെട്ടിടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ പൊളിച്ചു പോയിട്ടുണ്ട്. ഈ പുതിയ കെട്ടിടങ്ങൾ 4 പ്ലാറ്റ്ഫോമുകളായിട്ട് ഉള്ള ഭാഗത്ത് പുതിയ ആധുനിക കെട്ടിടങ്ങളാണ് വരുന്നത്. ടെർമിനൽ, എയർപോർട്ട് മാതൃകയിൽ കോട്ടേഴ്സുകളൊക്കെ ഉണ്ടായിരുന്ന പഴയ കോട്ടേഴ്സുകളൊക്കെ പൊളിച്ചു മാറ്റുന്നുണ്ട്. ആധുനിക രീതിയിലുള്ള ടവറുകൾ, അങ്ങനെയുള്ള പ്രത്യേകത പലതരം കാര്യങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത്. പിന്നെ ഇവിടെ വരാൻ പോകുന്ന പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആകാശപാത, കോൺഗോ ആകാശപാത എന്ന് പറയുന്ന ഷോപ്പിംഗ് സെൻറ്ററുകൾ, വിശ്രമമുറികൾ, എന്തൊക്കെയാണ് വരുന്നത് എനിക്ക് പറയാൻ അറിയില്ല. അത്രയും വലിയ സൗകര്യങ്ങൾ കൂടിയ ഒരു എയർപോർട്ട് മാതൃകയിൽ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൽ ഇത് ആദ്യമായിട്ട് ഒരേ സമയം ഏകദേശം 2000-ഓളം കാറുകളും ബൈക്കുകളും മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് ഇവിടെ വരുന്നത്. കിഴക്ക് ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്ത് ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഫുട് ഓവർ ബ്രിഡ്ജ്, നിലവിൽ 5 മീറ്റർ വീതിയിലുള്ള പാലങ്ങളാണ് വരുന്നത്. 12 മീറ്റർ വീതിയിലുള്ള പുതിയ പാലങ്ങളും വരുന്നുണ്ട്. നടപ്പാലങ്ങളാണ് പറയുന്നത്. ലിഫ്റ്റുകൾ വരുന്നത് 24 ലിഫ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളായിട്ടുള്ള വലിയൊരു സംഭവമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നപ്പോൾ കണ്ടതാണ് ഇവിടെ പഴയ ഒരു എൻജിന് ഇവിടെ ഇങ്ങനെ വെച്ചത്. അപ്പോൾ ഞാനിത് ഇതുവരേക്കും ഈ ഭാഗത്തേക്ക് വന്നിട്ടൊന്നും ഇത് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കുറേ പേര് റെയിൽവേ സ്റ്റേഷനിൽ വന്നാലും ഇതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന. അപ്പോൾ പഴയൊരു എൻജിൻ്റെ ഒരു ഭാഗം ഇവിടെ ഒരു 1970-80 കാലഘട്ടത്തിലൊക്കെ ഉള്ളതാണ്. അത് ഇവിടെ ഇങ്ങനെ ഒരു ഡെമോ വെച്ച് വളരെ ഭംഗിയായി തോന്നി. അപ്പോൾ അവ എടുത്തതാണ്. ഇതാണ് ഇതിൻ്റെ ബാക്ക് വശമാണത് ഈ കാണുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് വശത്തുള്ള ഭാഗത്തൊക്കെ ഇപ്പോൾ അവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇതൊരു IT ഹബ്ബ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യം കേന്ദ്ര സർക്കാർ വലിയ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. പിന്നെ ഇവിടെ വരുന്നത് ലൈറ്റ് മെട്രോ കണക്ടിവിറ്റി കൊണ്ടുവരുന്നുണ്ട്. ഭാവിയിൽ ഇവിടെ കോഴിക്കോട് മെട്രോയുമായിട്ട് കണക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് കേരയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കേരയിലില്ലേ, കേരയിലുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിലിട്ടായിരിക്കും വിളിക്കുക. അതാത് സമയത്ത് സ്പീഡ് റെയിലിന് വേണ്ടിയിട്ടുള്ള സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറകുവശത്തേക്ക് വന്നിട്ടുണ്ട്. പുറകുവശത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ മണ്ണെടുത്ത്, പൈലിങ്ങിൻ്റെ ഭാഗത്തൊക്കെ മണ്ണെടുത്തൊരു വർക്കാണ് കാണാം. ഞാൻ മൊത്തത്തിൽ ഒന്ന് കറങ്ങിയിട്ട് എല്ലാ ഭാഗത്തൊന്ന് ചെറിയ രീതിയിൽ വീഡിയോ എടുത്തതാണ്. വർക്കുകൾ കണ്ടില്ലേ, ഇവിടെ പൈലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇത് പുറകുവശത്താണ്. ഇത് നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട്. ഈ ഭാഗത്തുണ്ടായിരുന്ന കാട് പിടിച്ച് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ആയിരുന്നു. കാട് പിടിച്ച ഭാഗങ്ങളൊക്കെ വെട്ടി മാറ്റി
ഇനി ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ ആളുകൾക്ക് ടിക്കറ്റ് എടുക്കാതെ നേരിട്ട് വന്ന് കയറി ഇരിക്കാനൊന്നും പറ്റില്ല. എല്ലാത്തിനും ഒരു വലിയ മാറ്റങ്ങൾ വരാൻ പോകുകയാണ്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നമ്പർ 1 റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ നിങ്ങളെ കാണിച്ച് കുറേ ചെറിയൊരു ഡെമോ വീഡിയോ ഇതൊക്കെ വന്നിട്ടുണ്ട്. അതിലും ബെറ്റർ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. റെയിൽവേ സ്റ്റേഷൻ്റെ വർക്കുകൾ വന്നു കഴിഞ്ഞാൽ ഏകദേശം 2027 ആകുമ്പോഴേക്കും വർക്കുകൾ കംപ്ലീറ്റ് ആക്കണം എന്നാണ് ഇവർക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾ. ഏകദേശം ആണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ നാട്ടിലെ വർക്കുകളാണ്, അതുകൊണ്ട് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. 2027 അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഇത് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ വർക്കുകളൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇനി ഓരോ ഭാഗത്തുള്ള വർക്കുകൾ നമുക്കിങ്ങനെ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ അവിടെയൊക്കെ പോയിട്ട് പുതിയ മാറ്റങ്ങളൊക്കെ കാണിക്കാം. ഇതാണ് പഴയ ഭാഗത്ത്. നമുക്ക് അറിയാം ഇവിടെയൊക്കെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുക. മൾട്ടി ലെവൽ പാർക്കിംഗ് വരുന്നതോടുകൂടി ഇങ്ങനെയുള്ള വാഹനങ്ങൾ പരന്ന് കടന്ന് ഉള്ള ഒരു പാർക്കിംഗ് സിസ്റ്റങ്ങളൊക്കെ മാറും. അപ്പോൾ പാർക്കിംഗ് ഫീ ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയ മാറ്റം തന്നെയാണ് ഇത്. മറ്റൊരു ഭാഗത്തേനെ ഫ്രണ്ട് ഭാഗത്തേന് ഇവിടെയൊക്കെ പൈലിങ്ങിൻ്റെ ഭാഗത്ത് പൈലിങ് ചെയ്ത ഭാഗത്തൊക്കെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് പൈലിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമ്മുടെ കേരളത്തിൽ തന്നെ നമ്പർ 1 റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ കോഴിക്കോടാണെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പോൾ പുതിയ പുതിയ പദ്ധതികൾ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വന്നതിന് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മറ്റ് ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗത്തേന് വേറെ ഒരു ഭാഗത്താണ് വരുന്നത്. ഈ കാണുന്ന ഭാഗം ഈ ഫുട്പാത്തൊക്കെ ഇറങ്ങി വരുന്ന ഭാഗത്ത് കുറേ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊന്നൊരു ഡിസൈനിൽ ഒരു കറക്റ്റായിട്ടുള്ള പാർക്കിംഗ് അല്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ്. ഇവിടെയൊക്കെ മുറ്റത്തൊക്കെ നല്ല രീതിയിൽ ടൈലൊക്കെ വിരിച്ച്, അപ്പോൾ ടാക്സി വാഹനങ്ങൾ നിർത്താൻ പ്രത്യേക സ്ഥലങ്ങൾ. പിന്നെ കോഴിക്കോടിൽ വരുന്ന ഒരു വലിയൊരു ബിൽഡിങ്ങാണ് ആ കാണുന്നത്. നിങ്ങൾ കണ്ടില്ലേ, അങ്ങോട്ട് കുറച്ച് ദൂരേക്കാണ്, നടക്കാവ് ഭാഗത്താണ് വരുന്നത്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കഴിഞ്ഞ എൻ്റെ കോഴിക്കോട് വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ വാഹനങ്ങൾ റോഡ് സൈഡിൽ തന്നെയാണ് പാർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള രീതികളൊന്നും ഇനി ഉണ്ടാവില്ല. ഇവിടെയുള്ള മരങ്ങളൊക്കെ വെട്ടിമാറ്റി നല്ല വൃത്തിയായ ഒരു എന്താ പറയുക, ഒരു ആധുനിക രീതിയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ പരിസരവും ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ കേരളം മാറുന്നു, നമ്മുടെ ഇന്ത്യ മാറുന്നു. ഇതുപോലുള്ള വികസനങ്ങൾ ഇനിയും കൂടുതൽ സ്റ്റേഷനുകൾ നവീകരിക്കുക, എയർപോർട്ടുകൾ നവീകരിക്കുക, റോഡ് നവീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. നമ്മുടെ നാടും വളരുന്നു, രാജ്യം വളരുന്നു എന്നൊക്കെ അറിയുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, റെയിൽവേ സ്റ്റേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. പിന്നെ റോഡ് വീഡിയോകൾ വരും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ജയ് ഹിന്ദ്.